നമസ്കാരം. ബാഗിൽ നിന്ന് പണം മോഷ്ടിച്ച ശേഷം കടന്നു കളഞ്ഞ സ്ത്രീകളെ പിന്നാലെ ചെന്ന് പിടികൂടി വനിതാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ മോഷണം നടത്തിയ സ്ത്രീകളെയാണ് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും NSS താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റുമായ ജലജ സുരേഷ് സാഹസികമായി പിന്തുടർന്ന് പിടികൂടിയത്. ജലജ പിന്തുടർന്നത് കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച സ്ത്രീകളിൽ നിന്ന് മോഷണം പോയ പണവും കണ്ടെടുത്തു. പോസ്റ്റ് ഓഫീസ് RD ഏജന്റ് കൂടിയായ ജലജ സുരേഷ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് കുണ്ടറ പോസ്റ്റ് ഓഫീസിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് സംഭവം. 1:80 പള്ളിമുക്കിൽ നിന്ന് പത്തനാപുരത്തേക്കുള്ള KSRTC ബസ്സിൽ കയറി കൊട്ടാരക്കര മണികണ്ഠനാൽ തറയിൽ ഇറങ്ങുന്നതിനായി എഴുന്നേറ്റപ്പോൾ ഒപ്പം ഇറങ്ങാനെന്ന നാട്യത്തിലെത്തിയ 2 സ്ത്രീകൾ പിന്നിൽ നിന്ന് തള്ളുകയും ചന്തമുക്കായോ എന്ന് തിരക്കുകയും ചെയ്തു. ഇല്ലെന്ന് പറഞ്ഞതോടെ അവർ സീറ്റിലേക്ക് മടങ്ങി. മണികണ്ഠനാൽ തറയിലെത്തിയപ്പോൾ സംശയം തോന്നി ബാഗ് നോക്കിയപ്പോഴാണ് ബാഗിന്റെ സിബ് തുറന്നു കിടക്കുന്നതും പണം നഷ്ടമായതും അറിയുന്നത്. സ്ത്രീകൾ പണം എടുത്തിട്ടുണ്ടെന്ന് സംശയം തോന്നി ജലജ ഉടൻ അടുത്ത് കണ്ട ഓട്ടോറിക്ഷയിൽ കയറി ബസ്സിന് പിന്നാലെ പാഞ്ഞു. ചന്തമുക്കിൽ വാഹനത്തിരക്കിൽ കുരുങ്ങിയതോടെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനോട് ജലജ കാര്യം പറഞ്ഞു. ഇതോടെ ഓട്ടോ വേഗം കടത്തിവിടുകയും ചെയ്തു. അപ്പോഴേക്കും ചന്തമുക്കിൽ ബസ് ഇറങ്ങിയ സ്ത്രീകൾ മറ്റൊരു ഓട്ടോയിൽ കയറിയിരുന്നു. തൊട്ടു പിന്നിൽ നിർത്തിയ ഓട്ടോയിൽ നിന്ന് ചാടിയിറങ്ങിയ ജലജ പോകാൻ തുടങ്ങിയ ഓട്ടോയുടെ ഹാൻഡിലിൽ പിടിച്ചു നിർത്തി 2 സ്ത്രീകളെയും പുറത്തിറക്കി. ജലജയെ കണ്ട ഉടൻ ഓടാൻ ശ്രമിച്ച ഇരുവരുടെയും സാരിയിൽ പിടിച്ചു നിർത്തി. ഇതിനിടയിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന നോട്ടുകെട്ടുകൾ താഴേക്ക് വീഴുകയും ചെയ്തു. തങ്ങളല്ല മോഷ്ടിച്ചതെന്നും പണം ജലജയുടെ ബാഗിൽ നിന്ന് വീണതാണെന്നും പറഞ്ഞ് രക്ഷപ്പെടാനും സ്ത്രീകൾ ശ്രമിച്ചു. സ്ഥലത്ത് പോലീസ് എത്തും വരെ ഇരുവരെയും ജലജ തടഞ്ഞു നിർത്തി. പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ഗോപിച്ചെട്ടി ഷെൽവി, മകൾ അദിനി എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരും പല പേരുകളിലായി കറങ്ങി നടന്ന് മോഷണം നടത്തുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു.